ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈത്താകാലത്തിൻ്റെ 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകുന്നത് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. മർത്താ മർത്താ, നീ എന്തിനെക്കുറിച്ച് ആകുലപ്പെടുന്നു? യുവജനങ്ങളായ നമ്മോട് ഓരോരുത്തരോടും ഇന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: എന്തിനെക്കുറിച്ചാണ് നാം ആകുലപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിൽ ആകുലതകളും അസ്വസ്ഥതകളും അലട്ടുമ്പോൾ പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്ന കാര്യം പ്രാർത്ഥനയില്ലായ്മയാണ്. കർത്താവിനോട് ചേർന്നിരിക്കാതെ മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും ആകുലതകളും ഉണ്ടാകുന്നത്. അവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തരുന്ന ഓരോ സഹനങ്ങളും അത് സന്തോഷമായി മാറും. അതുകൊണ്ടാണ് കർത്താവ് നമ്മോടും പറയുന്നത്, മറിയത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുക. അവൾ കർത്താവിൻ്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു. ചുമ്മാ വാഗുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിലും അസ്വസ്ഥതകളും ആകുലതകളും അലട്ടുമ്പോഴും യുവജനങ്ങളായ നാം ഓരോരുത്തരും അവൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അവൻ നൽകുന്ന ഓരോ കൊച്ചു കൊച്ചു സഹനങ്ങളും നമുക്ക് സന്തോഷമായി മാറും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.